ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപാട് ഉദ്യോഗസ്ഥർക്കും സർക്കാർ ജീവനക്കാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. വിളക്കായിട്ട് ബാഗായിട്ടൊക്കെ നൽകിയിട്ടുണ്ട്. അന്നു മുതൽ പറഞ്ഞു കേട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ അടുത്ത ബന്ധമാണെന്ന്. അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഒടുവിൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിക്കുന്നു, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന്. രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നു നിത്യസന്ദർശകനായിരുന്നു കടകംപള്ളി എന്ന്. കടകംപള്ളി വല്ലാതെ ഭയപ്പെടുന്നുണ്ടല്ലോ, എന്തായിരിക്കും കാരണം? രാമേന്ദ്ര സാറുണ്ട്, സി ആർ നീലകണ്ഠൻ സാറുണ്ട്, എങ്ങനെയാണ് സാറേ? അല്ല, കടകംപള്ളി ഭയപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇന്നലെ ഇപ്പോൾ ED കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ പോറ്റിയുടെ ഈ ആർക്കൊക്കെ കാശ് പോയിട്ടുണ്ട് എന്ന കണക്കിൽ കടകംപള്ളിയുടെ പേരുണ്ടെങ്കിൽ കടകംപള്ളി പ്രതിയാവും. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ കടകംപള്ളി അവിടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇപ്പം നേരിട്ട് പൈസ കൈമാറിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കടകംപള്ളിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം ഇതിൽ നിർണായകമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ദേവസ്വം ബോർഡിൽ ഇയാളുടെ പോറ്റിയുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് കടകംപള്ളി ഒരു കരുവായിട്ടുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം 2016 മുതലാണ് കടകംപള്ളി മന്ത്രിയാവുന്നത്. 2017 മുതലാണ് പോറ്റി അവിടെ സ്പോൺസറാവുന്നത്. അതിന് മുമ്പ് തന്നെ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്ന്. ഒരു പ്രാവശ്യം ഒരു ചടങ്ങിന് പോയ മാതിരി എല്ലാവരും ഇരുന്ന് വർത്തമാനം പറയേണ്ട ഫോട്ടോ നമ്മൾ കണ്ടാൽ എന്തോ രഹസ്യമായിട്ടൊരു പ്ലാനിങ് നടത്തുന്ന മാതിരിയാണ് കണ്ടത്. അതുകൊണ്ട് എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്നും എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കേട്ടത്, 66 തവണ ജോൺ ബ്രിട്ടാസ് പോറ്റിയെ വിളിച്ചിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയും കൂടി ഇതിനിടയിൽ ആരോ ഒരു വാർത്തയിൽ വന്നു. നമുക്കറിയില്ല, കൺഫേം ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ പോറ്റി, കടകംപള്ളി, ജോൺ ബ്രിട്ടാസ്. അപ്പോൾ ജോൺ ബ്രിട്ടാസ് അറിയണമെങ്കിൽ കാരണഭൂതൻ അറിയാതെ പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞാൽ കടകംപള്ളിയെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണോ എന്നുവരെ പോറ്റിയുടെ കടകംപള്ളിയായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. അങ്ങനെ ഇയാൾക്ക് മണിമണ്ഡപം അല്ലേ, മണിമണ്ഡപത്തിൻ്റെ സ്പോൺസർഷിപ്പാണ് ആദ്യം കിട്ടുന്നത്. ഈ സ്പോൺസർഷിപ്പ് എങ്ങനെ പോറ്റിക്ക് കൊടുത്തു? കടകംപള്ളി ഇത്ര റിലേഷൻ ഉണ്ട്, എനിക്ക് ചെറിയൊരു പരിചയം ഉണ്ടെന്നാണ് കടകംപള്ളി ആദ്യം പറഞ്ഞത്. ഇപ്പം ചെറിയ പരിചയമല്ല, കർണാടകയിൽ ഇയാൾ പോയിട്ടുണ്ട്. കർണാടക പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോറ്റിയും കടകംപള്ളിയും കൂടി നിൽക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട്. അതും പ്രതിപക്ഷം ഷിബു ബേബി ജോൺ ആണെന്നാണ് അത് ഉന്നയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു വീട്ടിൽ ചോറൂണിനോ എന്തിനോ ചടങ്ങ് എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെ പോയതല്ല എന്നും ഇയാളുമായി നിരന്തരം ബന്ധമുണ്ട് എന്നും പോറ്റി മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശബരിമലയിൽ യഥാർത്ഥത്തിൽ പോറ്റിയെ കയറ്റി ചെയ്ത് കടകംപള്ളിയാണെന്ന് പറയേണ്ടി വരും. കാരണം സ്പോൺസർ കൊടുത്ത് ഇതൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ മണിമണ്ഡപം ചെയ്യുക, അത് കഴിഞ്ഞ് വാതിൽപ്പാളി ചെയ്യുക, അത് കഴിഞ്ഞ് ദ്വാരപാലകം ചെയ്യുക, അത് കഴിഞ്ഞ് മേൽക്കൂരയും കൂടി കൈവച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കേൾക്കണേ, നടക്കാതിരുന്ന. അപ്പോൾ ആ അർത്ഥത്തിൽ കടകംപള്ളിക്ക് നല്ല ഭയമുണ്ടാവാൻ സാധ്യതയുണ്ട്. കോടതി നിർബന്ധിതമായി ഇപ്പോൾ കടകംപള്ളി പത്രസമ്മേളനം നടത്തിയത് ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തിന് SIT എന്തോ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, ഏത് നിങ്ങൾ ഉടനെ പെടാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ പോയാൽ പിന്നെ പത്രസമ്മേളനം നടക്കില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഹൈക്കോടതി നിർബന്ധിച്ചാൽ, ഈ പോറ്റിയുടെ മൊഴി വച്ചാൽ എന്തുകൊണ്ട് കടകംപള്ളി അറസ്റ്റ് ചെയ്തില്ല എന്ന് നാളെ ഹൈക്കോടതി ചോദിച്ചാൽ SITക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. കടകംപള്ളി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കടകംപള്ളിയിൽ നിൽക്കില്ല, ചിലപ്പോൾ ജോൺ ബ്രിട്ടാസിലേക്ക് പോകും, അതിനകത്ത് വേറെ ആളുകളിലേക്ക് പോകും. ഇത് വലിയൊരു പ്രതിസന്ധി CPMന് സൃഷ്ടിക്കും. ഇതിനെ മറികടക്കാനുള്ള ഒരു മുന്നുപാധി എന്നുള്ള നിലയ്ക്കാണ് കടകംപള്ളിയുടെ പത്രസമ്മേളനം. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വല്ലാതെ ഭയപ്പെട്ടതുപോലെയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എവിടെയോ വല്ലാതെ പ്രതിസന്ധിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സാർ അങ്ങനെയാണോ അപ്പോൾ ഇതിനെ വിലയിരുത്തുക? ഇപ്പോൾ ഈ നീലകണ്ഠൻ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ കടകംപള്ളി പത്രസമ്മേളനം നടത്തിയത് പാർട്ടി പറഞ്ഞിട്ട് ആകാനാണ് സാധ്യത. ഇപ്പോൾ സജി ചെറിയാൻ തിരുത്തുന്നത് പാർട്ടി പറഞ്ഞിട്ടാണല്ലോ. അതെ, പാർട്ടിയോട് ചോദിക്കാതെ ഇത്തരം ഒരു നിർണായക വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രന് പത്രസമ്മേളനം നടത്തുക സാധ്യമല്ല. ജില്ലാ കമ്മിറ്റിയോടെങ്കിലും ജോയിയോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാകണം. ജോയിയോട് ചോദിക്കാൻ വഴിയില്ല, അവർ തമ്മിൽ മിണ്ടില്ല. അപ്പോൾ അല്ല, കത്തെഴുതി കൊടുത്താലും മതി. അപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ ജോയിക്ക് കടകംപള്ളിയെ പെടുത്തണം എന്നും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ബാംഗ്ലൂരിലെ വിമാനത്താവളത്തിൽ പോറ്റിയുടെ കൂടെ ഇരിക്കുന്ന ഒരു പോലീസുകാരനൊക്കെ ഇരിക്കുന്ന ഒരു ചിത്രം കടകംപള്ളിയുടെ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഈ നൂലുകെട്ടിന് മറ്റേ തിരുവനന്തപുരത്തെ പോറ്റിയുടെ വീട്ടിൽ പോയത് മാത്രമല്ല, പോറ്റി കടകംപള്ളിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് പല സ്ഥലത്തേക്കും. അതല്ലാതെ പോറ്റിയുടെ കൂടെ ഫിലിം ഫെസ്റ്റിവലിന് ബാംഗ്ലൂരിൽ പോയതൊന്നും അല്ലല്ലോ, മലയാള സമാജത്തിൻ്റെ സമ്മേളനത്തിൽ വിളിച്ചിട്ടൊന്നുമല്ല. കാരണം ഗോവർദ്ധൻ തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ ബെല്ലാരിയിലൊക്കെ ഇരിക്കുന്നത് കർണാടകയിലാണെന്നേ. അപ്പോൾ
ഈ പോറ്റിയുമായിട്ട് ബന്ധമുണ്ട്, ഇത് നിത്യസന്ദർശകനാണെന്ന് ചെന്നിത്തല പറയുന്നുണ്ട്. പോറ്റിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പോറ്റിയുമായി ബന്ധമുള്ള ഈ ഗോവർദ്ധൻ പോലുള്ള കഥാപാത്രങ്ങളുമായിട്ടും ബന്ധമുണ്ട്. അതുകൊണ്ടാണ് കർണാടകയിൽ കാണപ്പെട്ടത്, കർണാടക വിമാനത്താവളത്തിലെ ആ ബാഗും ഒക്കെ ആയിട്ട്. ഇപ്പൊ ബാഗ് കൊടുത്തിട്ടുണ്ട് എന്ന് പൊറ്റി പറഞ്ഞല്ലോ മൊഴിയില്. ബാഗിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ ഒരു ബാഗ് നമ്മൾ ചില കടയിൽ നിന്ന് തുണിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടിയില്ലല്ലോ. ബാഗ്, നിലവിളക്ക്, രാഷ്ട്രീയക്കാരൊന്നും ഒരു നിലവിളക്ക്, ബാഗ് ഇതിലൊന്നും നിൽക്കുന്ന ആളുകളല്ല എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഈ ഗൂഢാലോചന തുടങ്ങുന്ന ഒരു ഒരു സ്ഥലമുണ്ടല്ലോ, ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ തന്നെ പങ്കാളി ആകാതിരിക്കാൻ സാധ്യമല്ല കടകംപള്ളിയെ സംബന്ധിച്ച്. കാരണം 2017 സ്പോൺസർ ആകുന്നത്. 2018-19 കാലത്താണ് ഇത് മുഴുവൻ പൊളിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പൊ 2017 പോറ്റി സ്പോൺസർ ആകുന്നു എന്ന് പറഞ്ഞാൽ 2016 സർക്കാർ വന്ന ശേഷം ഇദ്ദേഹം ദേവസ്വം മന്ത്രി ആയ ശേഷമാണ്. 20 കൊല്ലത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഹൈക്കോടതി ഇപ്പോൾ SIT പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആളുകളെ എടുക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ KC വേണുഗോപാൽ, VS ശിവകുമാർ തുടങ്ങി ഉള്ള പീരിയഡാണ് ഈ പറയുന്നത്. എന്ന് പറയുമ്പോൾ ദേവസ്വം മന്ത്രിമാരുടെ ഒരു ശ്രേണി ഈ കൊള്ളയിലേക്ക് കയറി വരിക. ആ കൊള്ളയിൽ ദേവസ്വം മന്ത്രിമാരുടെ ആ ശ്രേണിയിൽ കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ വരെ ഉള്ള ശ്രേണിയാണത്. അതിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെത് ഈ തിരിക്കുറ്റി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. കാരണം ഒരു ദേവസ്വം മന്ത്രി നന്നായി ഇടപെടുന്ന, കാരണം ആ സമയത്താണ് സ്പോൺസർ ആകുന്നത്. അതാണ് കാരണം പോറ്റി നേരത്തെ ഉണ്ട് ഇവരുടെ കാലത്തുമൊക്കെ. കാരണം പോറ്റിയുടെ ആവശ്യമില്ല ശിവകുമാറിന്റെ കാലത്ത്. എന്തുകൊണ്ട്? ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ അവിടെ ഉണ്ടല്ലോ. പോറ്റിയല്ലല്ലോ അന്ന് ചെയ്യേണ്ടത്. പക്ഷെ വേറെ രീതിയിൽ അന്ന് ചെയ്തിട്ടുണ്ട്. പോറ്റി സ്പോൺസർ ആകുന്നത് കടകംപള്ളിയുടെ കാലത്താണ്. അപ്പോൾ SIT-യിൽ നിന്ന് എന്തോ വിവരം കിട്ടിയിട്ടുണ്ടെന്ന് ഇലവണ്ടം പറഞ്ഞല്ലോ. പോറ്റിയുടെ മൊഴി മുഴുവൻ മറ്റേ കടകംപള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചോദ്യം ചെയ്യല് കടകംപള്ളിയുടെ കാര്യത്തിൽ വീണ്ടും നടക്കാനുണ്ട്. അറസ്റ്റിന്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ വന്നു കഴിഞ്ഞാലെങ്കിലും സമ്മർദ്ദമില്ലാതെ SIT-ക്ക് ജോലി ചെയ്യാൻ പറ്റും. പിന്നെ കടകംപള്ളിയുടെ പത്രസമ്മേളനം നടക്കുന്നത് ED-യുടെ റെയ്ഡുകൾക്ക് പിന്നാലെയാണ്. അതാണ് സാറേ വളരെ പ്രധാനപ്പെട്ടത്. കാരണം ഇപ്പം ഈ SIT-ക്ക് ഞാൻ ഇന്ന മൊഴികൾ നൽകിയെന്നാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ED-യുടെ റെയ്ഡ് വരുന്നതിന് മുമ്പ് വരെ കടകംപള്ളി ഇത്തരം കാര്യം പറയുന്നില്ല. മാത്രമല്ല, കടകംപള്ളി ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ വലിയ വ്യത്യാസമുണ്ട്. കടകംപള്ളി നേരത്തെ പോറ്റി ചില വീടുകൾ സംഭാവന ചെയ്തിട്ടുണ്ടല്ലോ. ആ ചടങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പോറ്റി എവിടെ വിളിക്കുന്നോ അവിടെയൊക്കെ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്തും പോയിട്ടുണ്ട്, കേരളത്തിലെ പല സ്ഥലത്തും പോയിട്ടുണ്ട്, കർണാടകയിലും ഒക്കെ പോയിട്ടുണ്ട്. പോറ്റിയും ഇപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. കടകംപള്ളി എന്ന് പറഞ്ഞാൽ ഒരാൾ വീട്ടിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ബന്ധം ദൃഢമാകുമ്പോഴാണല്ലോ വീട്ടിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഈ കുറേ ഒക്കെ ഇപ്പോൾ ഗുരുവായൂർ പോയിട്ട് കദളിക്കൊല വെച്ചിട്ട് തുലാഭാരം നടത്തിയിട്ടുള്ള ആളാണ് ഈ കടകംപള്ളി. കടകംപള്ളിയുടെ കുടുംബം കടകംപള്ളി നന്നാകാനായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ വഴിപാടുകൾ നടത്തുക, അങ്ങനത്തെ ഒരു കുടുംബം കടകംപള്ളിക്കുണ്ട്. അപ്പൊ കടകംപള്ളി ഇതുമായിട്ട് പാർട്ടി അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞിട്ടാണോ എന്നുള്ളത് അവിടെയൊക്കെയാണല്ലോ ഈ കാരണഭൂതത്തിൻ്റെയൊക്കെ സാന്നിധ്യമൊക്കെ വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ തുടങ്ങിയ കാര്യങ്ങൾ, ഒരു താക്കോൽ, ഇതിൻ്റെ പ്രധാനപ്പെട്ട താക്കോൽ കടകംപള്ളിയുടെ കയ്യിലുണ്ട്. അങ്ങനെ കരുതാമോ? തീർച്ചയായിട്ടും കടകംപള്ളിയുടെ കയ്യിലുണ്ടെന്ന് മാത്രമല്ല, ഞാൻ അതാ പറഞ്ഞേ, കടകംപള്ളി ഭക്തനായിരിക്കാം. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ വലിയ ഭക്തനാണെന്ന് പറഞ്ഞിട്ടാണ് 2021 വോട്ട് പിടിച്ചത്. എനിക്ക് നല്ല ഓർമ്മയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇന്ന ക്ഷേത്രങ്ങൾക്ക് ഇത്ര കൊടുത്തു, ഇന്ന ക്ഷേത്രങ്ങൾക്ക് ഇത്ര. കാരണം ശബരിമലയുടെ ഭൂതം വരാതിരിക്കാൻ വേണ്ടി ഇത്ര ക്ഷേത്രങ്ങൾക്ക്, ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ക്ഷേത്രങ്ങൾക്ക് ഇത്ര കൊടുത്തു എന്നൊക്കെ വലിയ പ്രചരണം നടത്തിയിട്ടാണ് അവിടെ ജയിച്ചത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹം വിശ്വാസിയാവണമെന്ന് എനിക്കൊരു വിരോധമില്ല. അദ്ദേഹം വിശ്വാസിയോ ആരായിക്കട്ടെ, പോറ്റിയെ വിശ്വസിച്ചിട്ടുണ്ടാവും, പോറ്റി ചിലപ്പോൾ ചരട് കെട്ടി കൊടുത്തിട്ടുണ്ടാവും, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല.
ഇദ്ദേഹം മന്ത്രിയാണ്. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ബാക്കി പുറത്തുള്ള രാഷ്ട്രീയം, ഇപ്പോൾ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ജോൺ ബ്രിട്ടാസിന് ചരട് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര പറയാൻ പറ്റില്ല, കാരണം അത് ഇല്ല. പക്ഷെ ഇതല്ല, മന്ത്രിയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ പുറത്തുള്ള രാഷ്ട്രീയക്കാരനായാലും പറയാം, മന്ത്രിയാണെങ്കിൽ ഇയാൾക്ക് ഇതിൽ ഹോൾഡ് ഉണ്ട്, ഇയാൾക്ക് ഇതിൽ സേവ് ഉണ്ട്. അയാൾ നിയമിക്കുന്ന ആളാണ് പത്മകുമാർ, അല്ലെങ്കിൽ പാർട്ടി നിയമിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വിജയകുമാർ. ഇത് ഇയാൾക്ക് അറിയാതിരിക്കാൻ പറ്റില്ല. ഒന്ന്. ഇനി ഈ SIT 13 പേരെ കണ്ടെത്തിയിട്ടുള്ളൂ. ED റെയ്ഡ് 35 പേരില്ല. അപ്പോൾ ഇനി നമ്മൾ അറിയാത്ത കഥാപാത്രങ്ങൾ ഇതിൽ രംഗത്ത് വരുമോ? ഈ 35 പേരിൽ ആരെങ്കിലും ഇതിൽ വരുമോ? അങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരാൾ പിടിയിലായിട്ടില്ല, റെപ്ലിക്ക ഉണ്ടാവും. അതെ, റെപ്ലിക്ക ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാളാണ് ഒന്നാമത്തെ പ്രതി. മറ്റേ 3D സ്കാനിങ് നടത്തിയ ആൾ. 3D സ്കാനിങ് നടത്തിയ ആൾ എവിടെയാണെന്നുള്ളത് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. എവിടെയാണ് സ്കാനിങ് നടത്തിയത്? അതിനറിയണമെങ്കിൽ ഈ സാധനം ഏതിലേക്ക് സഞ്ചരിച്ചു എന്നറിയണം. ഇവിടുന്ന് പൊക്കിയ ഈ ദ്വാരപാലക ശില്പമോ അല്ലെങ്കിൽ വാതിൽപ്പാളിയോ ഏതൊക്കെ വഴി സഞ്ചരിച്ചു എന്നറിയണം. ആദ്യം ഹൈദരാബാദിലാണോ പോയി, ആദ്യം ബാംഗ്ലൂരാണോ പോയി, ആദ്യം മണ്ഡലത്തിലാണോ പോയി എന്നറിയണം. ഹൈദരാബാദിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ, അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. ഹൈദരാബാദിലാണ് 3D സ്കാനിങ്ങിൻ്റെ ഒക്കെ ആശാന്മാരുള്ളത് അവിടെയാണ്. അപ്പോൾ 3D സ്കാനിങ് അവിടെ പോയി ചെയ്തിട്ടുള്ളതാണോ, മോൾഡ് അവിടെ നിന്നാണോ ഉണ്ടാക്കിയത്? ഇത്തരം ചോദ്യങ്ങൾ കൂടി ഉത്തരം കിട്ടിയാലേ ഇത് കറക്റ്റ് പറയാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്നത്, ഇത് കൊണ്ടുപോകാനുള്ള സ്പോൺസർഷിപ്പ് കൊടുത്തത് ഏതായാലും പാർട്ടി അറിയാതെ ചെയ്യാൻ. ED മറ്റേയാളെ ഒഴിവാക്കുന്നില്ല. ഇല്ല, ഡി മണി ഒഴിവാക്കുന്നില്ല. ED അയാളെയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് പോയോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഡി മണി അതിൽ നിർണായക കഥാപാത്രമാണ്. സാധനം പുറത്തേക്ക് പോകുന്ന വിഗ്രഹ വ്യാപാരവും ഒക്കെ ആയി ബന്ധപ്പെട്ട്, അല്ല ഡയമണ്ട് മാത്രമല്ല, അപ്പോൾ അയാൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഡി മണിയും കടകംപള്ളിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡി മണിയും വേറെ ഏതെങ്കിലും നേതാക്കളുമായി ബന്ധമുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ടോ? EDയുടെ അന്വേഷണത്തിൽ അങ്ങനെയൊക്കെ വരും. ബാങ്ക് ഇടപാടുകൾ ഒക്കെ പിടിക്കുമല്ലോ ED. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ SITക്ക് ഇവരുടെ നെറ്റ് വികസിപ്പിക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യമുണ്ട്. നാളെ ED റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുത്താൽ ഇങ്ങനെ ഇവർ തമ്മിൽ ബന്ധമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പറയുമല്ലോ, എന്നാൽ അതുകൂടി ഒന്ന് അന്വേഷിക്കും, അതുകൂടി ഒന്ന് ചെയ്തോളാൻ പറയുമല്ലോ. അങ്ങനെ വന്നാൽ ആരൊക്കെ പെടുമെന്നുള്ളത് ഇപ്പോൾ വല്ലാതെ ഭയപ്പെട്ടിട്ടാണ് ഇവരിയ്ക്കുന്നത്. ആ ഭയപ്പാട് കടകംപള്ളിയുടെ മുഖത്ത് നമുക്ക് കാണാം. മാത്രമല്ല, കേവലം ജോയിക്ക് കൊടുത്തിട്ടാവില്ല, പാർട്ടി തന്നെ കടകംപള്ളിയോട് പത്രസമ്മേളനം നടത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ടാവും. കാരണം നീ ജയിലിൽ പോകണമെങ്കിൽ പിന്നെ നിനക്കൊന്നും പറയാൻ പറ്റില്ല, പറയാനുള്ളത് ഇപ്പോൾ പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കാൻ വഴിയുണ്ടെന്ന്. സമ്പൂർണ്ണ തോൽവിയായിരുന്നു പത്രസമ്മേളനം. സമ്പൂർണ്ണ തോൽവിയായിരുന്നു. ഒന്നും അയാൾ ഞാൻ ഈ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ അയാൾക്ക് നേരത്തെ പറഞ്ഞാൽ പോലെ. അതെ, ഇത്രയും നേരം EDയുടെയും പോറ്റിയുടെ മൊഴിയും കഴിഞ്ഞതിന് ശേഷം പോരല്ലോ ഇത് പറയാം. ആദ്യം പറയാലോ, ഞാൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അതിനെന്താ കുഴപ്പം? ഞാൻ ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ട്, പരിചയമൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ബാംഗ്ലൂർ പോയ കാര്യം പറയാൻ പറ്റില്ല. ബാംഗ്ലൂർ പോയ കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടാവേ. ഈ SITക്ക് വളരെ സിമ്പിളാണത്, അല്ലെങ്കിൽ EDക്ക് ട്രാവലേഴ്സ് ലിസ്റ്റ് എടുത്താൽ മതി. ആ ലിസ്റ്റ് എടുത്താൽ അപ്പോൾ കിട്ടും കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞു ഒരാൾ. ശരിയാ, പക്ഷെ ഇവിടെ ഇപ്പോൾ പോലീസ് ആകുമ്പടിയോടെയാണ് ഞാൻ പോറ്റിയെ കാണാൻ പോകുന്നത്. ഞാൻ പോലീസ് ആകുമ്പടിയോടെയാണ് പോകുന്നത്. എന്തിനാണ് മന്ത്രി പറയുന്നത്? സ്വാഭാവികമായിട്ടും മന്ത്രി പോകുമ്പോൾ പോലീസ് ആകുമ്പടി ഉണ്ടല്ലോ. അപ്പോൾ അതെന്തോ മറച്ചു വെക്കുക, ഞാൻ രഹസ്യമായിട്ടല്ല പോയത് എന്ന് പരസ്യമായിട്ട് പറയുക, അങ്ങനെ കൂടെ അർത്ഥമില്ല അതിന്. അല്ല, അതിന് വേറെ അർത്ഥമുണ്ട്. പോലീസ് അകമ്പടിയോടെ അല്ലാതെയും പോയിട്ടുണ്ടാകാം എന്നുള്ള അർത്ഥവും കൂടി. അല്ല, പോലീസ് അകമ്പടിയോട് പോയാലും പോലീസ് ഇവരുടെ ചർച്ചയിൽ നിൽക്കണില്ലല്ലോ. ഇല്ല. ഇപ്പോൾ നൂല് കെട്ടിന് നിങ്ങളെ വിളിക്കുന്നു. ഇപ്പോൾ ചിലരൊക്കെ കല്യാണത്തിന് വിളിക്കുന്നത് വളരെ സ്ട്രാറ്റജിക്കലാണ്. ചില ആളുകൾ നമ്മുടെ കല്യാണത്തിന് വരികയെന്ന് ചില ബിസിനസ് സംഗതികളൊക്കെ ഉണ്ടല്ലോ, രാഷ്ട്രീയം ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ, കല്യാണത്തിലും മരണത്തിലും ഒക്കെ. അതിൽ വിളിച്ചിട്ട് ഈ മിന്നുകെട്ടോ മറ്റേ ചോറൂണൊക്കെ അവിടെ നടന്നോട്ടെ, നമുക്ക് തമ്മിൽ നമ്മുടെ റൂമിൽ സംസാരിക്കാന്ന് പറഞ്ഞാൽ ആ സംസാരിക്കുന്ന ഒരു പടം നമ്മൾ കണ്ടത്. ആ പോലീസിന്റെ ജോലി ഇതൊന്നും അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റേ സ്വർണ്ണക്കൊള്ള എങ്ങനെ ഉപദേശിക്കുന്നതല്ലോ. അല്ല, ഇവരുടെ സ്വകാര്യ സംഭാഷണത്തിൽ പോലീസ് ഇല്ലല്ലോ. അപ്പൊ സ്വകാര്യ സംഭാഷണം എന്താ നടത്തിയെന്ന് ആർക്കറിയാം? അപ്പൊ അതൊക്കെ ഉണ്ട്. അറിയാതെ പോയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. കാരണമുണ്ട്. 2017 പോറ്റിയുടെ കൂടെ പോകുന്ന ഒരു തെറ്റല്ല. 2017 പോറ്റി പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴല്ലേ പോറ്റിയുടെ കൂടെ പോയവരൊക്കെ ആരൊക്കെയാണെന്ന് അന്വേഷിച്ച് വരുന്നത്. അപ്പം അതുകൊണ്ട് 2017 പോറ്റിയുടെ കൂടെ പോയ ആര് എന്നുള്ളത് വളരെ നിർണായകം. മന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ പോയത്. അത് തന്നെ വളരെ സംശയാസ്പദമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.